ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് സംയുക്ത പാർലമെന്ററി സമിതിക്ക് ഈ ബില്ല് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഘടന സംബന്ധിച്ചും അതിന്റെ പരിശോധന സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി അടുത്ത സമ്മേളന കാലയളവിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷം ഇതിനെ അംഗീകരിക്കുമോ? കാരണം പ്രതിപക്ഷം ആ സ്റ്റാൻഡിനോട് അംഗീകരിക്കാത്തൊരു നിലപാട് കൂടി സ്വീകരിക്കുകയാണ്. തരൂരിന്റെ ഭാഗത്തു നിന്നാണ് ചർച്ചയുണ്ടാകട്ടെ എന്ന നിലയിലേക്കുള്ള ഒരു അഭിപ്രായം കോൺഗ്രസിന് നല്ല പ്രതിപക്ഷത്തു നിന്നും വരുന്നത്. ബസന്ത് കൂടി തുടരുന്നുണ്ട്. ബസന്ത് ഇപ്പോൾ JPC വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ സമയക്രമങ്ങളും അതിന്റെ ഘടന അതിന്റെ ചർച്ച ബസന്ത് വിശദാംശങ്ങൾ അതിന്റെ 31 അംഗ JPC ആണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. 21 പേർ ലോക്സഭയിൽ നിന്നും 10 പേർ രാജ്യസഭയിൽ നിന്നും ഉണ്ടാകും. അടുത്ത സമ്മേളനത്തിൽ, അതായത് ശൈത്യകാല സമ്മേളനത്തിൽ ആദ്യ ദിവസം തന്നെ റിപ്പോർട്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ അംഗങ്ങളെ പിന്നീട് സ്പീക്കർ തീരുമാനിക്കുന്ന തരത്തിലായിരിക്കും. വലിയ ബഹളത്തിനിടയിലാണ് ഇന്ന് 3 ബില്ലുകളും അമിത്ഷാ അവതരിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബില്ല് കീറിയെറിയുന്ന ഒരു സാഹചര്യം വന്നു. അമിത്ഷായുടെ നേരാണ് ബില്ലുകൾ വലിച്ചെറിഞ്ഞത്. ആദ്യ വരിയിൽ നിന്നും അമിത്ഷാ 3ാമത്തെ വരിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. സാധാരണയായി മന്ത്രിമാർ ആദ്യ വരിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഹളത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാർ മറ്റു 3ാമത്തെ വരിയിലേക്ക് മാറിയ കാഴ്ചയാണ് വന്നത്. അടുത്ത സമ്മേളനത്തിൽ റിപ്പോർട്ട് വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.